ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജോഷ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഷിഗല്ല ബാക്ടീരിയ എന്താണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. ഒരാളുടെ ദഹന വ്യവസ്ഥയെ, അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു തരം അണുബാധയാണ് ഷിഗല്ല. പ്രധാനമായും മലിനജലത്തിലൂടെയും മലവിസർജ്യവുമായുള്ള സമ്പർക്കത്തിലൂടെയും ചില സാഹചര്യങ്ങളിൽ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയകൾ വ്യാപനം നടത്തുന്നത്. ഇവ ശരീരത്തിനുള്ളിൽ കടന്നുകൂടിയ ശേഷം കുടലിനെ പ്രകോപിപ്പിക്കുന്ന വിഷവസ്തുക്കളെ പുറപ്പെടുവിക്കുന്നു. വയറിളക്കമാണ് ഈ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണം. പനി, വയറുവേദന, അടിക്കടി മലശങ്കയുണ്ടാകുക, ഇതെല്ലാം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ ഷിഗല്ല അണുബാധ ഏറെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് പലപ്പോഴും കൊച്ചുകുട്ടികളിലാണ്. ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എന്നാൽ ഈ ഷിഗല്ല അണുബാധ ഉണ്ടാകുന്ന എല്ലാവരിലും ഒരുപോലെയല്ല രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. പ്രധാനമായും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലാണ് കൂടുതൽ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. തുടർച്ചയായ വയറിളക്കമാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണം. വയറുവേദന, ഓക്കാനം, ഛർദി ഇതൊക്കെ ഇതോടൊപ്പം ഉണ്ടാകും. ഷിഗല്ല ബാധിച്ചവരുടെ മലത്തോടൊപ്പം രക്തവും പോകുവാനുള്ള സാധ്യത ഏറെയാണ്. നല്ല രീതിയിൽ പനി ഉണ്ടാകാനും സാധ്യതയുണ്ട്. വയറിളക്കവും ഷിഗല്ലയുടെ മറ്റ് ലക്ഷണങ്ങളും സാധാരണയായി 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ 3 ദിവസത്തിനു ശേഷം വയറിളക്കം കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും രോഗം ബാധിച്ചാൽ ശരീരത്തിൽ ഭക്ഷണമോ ജലാംശമോ ശരിയായ രീതിയിൽ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നത് ഷിഗല്ല വൈറസുമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ ഗുരുതരമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ചാൽ പ്രതിരോധത്തിനായി ആദ്യം ചെയ്യേണ്ട കാര്യം ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത് തന്നെയാണ്. ഷിഗല്ല ബാക്ടീരിയകളെ അകറ്റി നിർത്താൻ എന്തെല്ലാം മുൻകരുതലുകൾ വേണമെന്ന് നമുക്ക് നോക്കാം. മികച്ച വ്യക്തിഗത ശുചിത്വം പാലിക്കുന്നതിലൂടെ ഷിഗല്ല ബാക്ടീരിയകളുടെ വ്യാപനം തടയാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്നതിന് മുമ്പ് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ചെറിയ കുട്ടികളുടെ ഡയപ്പർ മാറ്റുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ കഴുകുമ്പോഴെല്ലാം സോപ്പും ചൂടുവെള്ളവും ഉപയോഗിക്കുന്നത് ഉത്തമമായിരിക്കും. ഉപയോഗത്തിന് മുമ്പ് ശേഷവും ആൻറ്റി ബാക്ടീരിയൽ വൈപ്പുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ ബാധിച്ച ആളുകളുമായി അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവരെ പരിപാലിക്കുകയും രോഗം മാറുന്നതുവരെ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യരുത്. വ്യക്തി ശുചിത്വം പാലിക്കുക. കക്കൂസും കുളിമുറിയും അണുനശീകരണം നടത്തുക. അതോടൊപ്പം തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ മൂടി വയ്ക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. രോഗലക്ഷണമുള്ളവർ ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ ധാരാളം കഴിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.